ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നെൻ്റെ പാലക്കാട് വീട്ടിലെ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ചേച്ചി ഏട്ടനും കൂടിയിട്ട് റെഡിയായി എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ടാന്നൊന്നും ചോദിച്ചില്ല. അമ്മയാണെങ്കിൽ അച്ഛന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡിയാക്കുകയാണ് കേട്ടോ. ഗോതമ്പ് ദോശയാണ്. അച്ഛൻ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഗോതമ്പ് ദോശ രാവിലെ കഴിക്കാറ്. എനിക്കാണെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശ ചൂടാനൊന്നും അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനക്ക് രാവിലെ കഴിക്കേണ്ട മരുന്നൊക്കെ എടുത്തു കൊടുത്തു. നമുക്ക് കുറച്ച് ഇനി അവരൊക്കെ വിളിക്കാൻ പോവാം. ഓൾറെഡി കുറച്ച് പാത്രത്തിൽ വലിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് മലപ്പുറം വീട്ടിക്കും അതുപോലെ ചേച്ചിൻ്റെ വീട്ടിക്കും കുറച്ച് കൊടുത്തു വിടാനുണ്ട്. ഓരോ മാസം ലീവിന് വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് അമ്മനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അവരൊക്കെയൊക്കെ വലിച്ച് അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് റേഷൻ കടയിൽ പോകാണ്ടായിരുന്നു. അമ്മ റേഷൻ കടയിൽ പോയിട്ടോ. അച്ഛൻ്റെ പണിയാണ് കേട്ടോ ഈ രാവിലെ എണീറ്റതും പറമ്പത്ത് പോയി അടയ്ക്ക പെറുക്കലും അതുപോലെ ഉണക്കാടലും മഞ്ഞൾ ഉണക്കാടലും. അപ്പം ഞാനും ഒന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വീട്ടിനകത്ത് നിൽക്കുകയാണ്. പക്ഷെ അകത്ത് ഇങ്ങനെ കാറ്റടിച്ച് കണ്ടോ, മുടി ഇങ്ങനെ പാറുന്നു. ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഫാൻ ഇവിടെ നല്ല കാറ്റാ, പക്ഷെ നല്ല രസമാണ്. ഇപ്പൊ വീട്ടില് അമ്മയോ ചേച്ചിയോ ഏട്ടനൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവര് വരുമ്പോഴേക്കും ഫുഡിനുള്ള എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെക്കാം. ഉപ്പേരി വെക്കൊന്നുമില്ല, പക്ഷെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെക്കാം. അപ്പൊ അമ്മ ഒന്ന് തിരിച്ച് വെക്കുമല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു മലയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മല കാണിച്ചു തരുന്നുണ്ട്. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പിന്നെ കാറ്റുകാലം വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ എന്താ ഇലയൊക്കെ കൊഴിഞ്ഞിങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കൂലേ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗോയ്സ്, നല്ല കാറ്റാണെന്ന്. നല്ല കാറ്റാണ്. അപ്പം എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള മല ദേ അവിടെയാണ് കേട്ടോ. ഈ പറമ്പിലാണ് എപ്പോഴും മാനും പന്നിയൊക്കെ നിറയെ ഉണ്ടാവുക. രാത്രിയാവുമ്പോൾ ഉണ്ടാവും കേട്ടോ, പകലാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പകലാവുമ്പോൾ അവന്മാരൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കും. എനിക്ക് വീട്ടിൽ പണികൾ ചെയ്യുമ്പോൾ സ്പീക്കറിൽ ഇതേപോലെ പാട്ട് ഓണായിരിക്കണം കേട്ടോ. പാട്ടൊക്കെ കേട്ട് പണിയെടുക്കുക നല്ലൊരു സുഖമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മ റേഷൻ കടയിൽ പോയി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ആണ് റേഷൻ കട. അപ്പോൾ ഓട്ടോയ്ക്ക് പോകേണ്ട ദൂരമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അമ്മൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അമരയ്ക്ക ഉപ്പേരിക്ക് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് അമരയ്ക്ക ഉണ്ട്. നമ്മുടെ പറമ്പത്തെ ചെടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം ഗൈസ്. അമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫുഡും കഴിച്ച് ഇനി നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞു വെച്ചാൽ നമ്മുടെ അച്ഛനയ്ക്കുള്ള മരുന്ന് പാക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനോ ചേച്ചിയോ അമ്മയോ വീട്ടിലില്ലാത്ത നേരത്ത് അച്ഛന് ഒരുപാട് മരുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കണത് അച്ഛനയ്ക്ക് തന്നെ കൺഫ്യൂഷനാണ്. സ്വയം ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കണത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഓരോ പേപ്പറിൽ ഓരോ നേരത്തിലുള്ള മരുന്ന് പൊതിഞ്ഞ് ഇങ്ങനെ വെക്കല. എന്നിട്ട് ഓരോ കവറിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ അച്ഛൻ്റെ കഴിക്കേണ്ട സമയമാകുമ്പോൾ അതിനനുസരിച്ച് ഓരോ പൊതി എടുത്തിട്ട് അയച്ച് കഴിക്കലാണ് പതിവ്. ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് തോന്നുന്നത്. ഞങ്ങൾക്ക് പൊതിഞ്ഞ് വെക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അച്ഛനിക്ക് മരുന്ന് നേരത്തിന് എടുത്ത് കഴിക്കാൻ ഇതാണ് എളുപ്പം കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറമ്പത്തോട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ഒരു ഊഞ്ഞാല ഉണ്ട് കേട്ടോ. ഈ ഒരു ഊഞ്ഞാല ഇവിടെ സ്ഥിരമാണ് കേട്ടോ. ഈ ഒരു തണലത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ് കേട്ടോ. അമ്മയുടെ പഴയ സാരി വെച്ച് കെട്ടുന്നതാണ്. ഈ അമ്മയുടെ പഴയ സാരി ഓരോന്നും പൊട്ടും തോറും ഞങ്ങൾ അടുത്ത ഓരോ സാരി എടുത്തുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ സാരി ഇല്ലേ, അടുത്ത വീട്ടിലെ അമ്മച്ചിൻ്റെ വീട് സാരി മേടിച്ച് കെട്ടാറുണ്ട് കേട്ടോ. അമര 2 സൈസ്. അതെന്താ? വാഴക്ക, മാങ്ങ. ഇതെന്താണ്? മാങ്ങ. വാഴയ്ക്കുണ്ട്, മാങ്ങയുണ്ട് അല്ലേ? ചക്കക്കുരു ഗൈസ്. അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളും ആക്കണ്ട കേട്ടോ. ഇതെടുത്ത് അമ്മൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഞാൻ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ബ്ലാക്ക് വേണ്ട, അതും സ്ലീവ്ലെസ് ലോങ് പോകാനുള്ളതല്ലേ. അപ്പം ഞാൻ ആകെ കരിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഏട്ടൻ്റെ ഈ ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ ജനൽ മിററിൽ ഒരു നോട്ടം. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ പോവുകയാണ് ഗൈസ്. മധു കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ എടുത്തിട്ട് പിന്നെ നേരെ ചേച്ചിൻ്റെ വീട്ടിൽ പോവാം കേട്ടോ. ഇപ്പം റെഡിയായിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ ഗെയിമും കളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ കുത്തിപ്പൊക്കി റെഡിയാക്കി. ഞങ്ങൾ പോണ വഴിയാണ്. ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് പിന്നെ പക്കോട കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പക്കോട. അതുകൊണ്ട് ഞാൻ കുറച്ച് വീട്ടിലേക്ക് പാർസലും വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തി ഗായ്സ്. ഞങ്ങളപ്പോൾ വീടെത്തിയത് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെയും അതുൻ്റെയും പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു സൺസെറ്റ് കാണാൻ പോക്ക്. അങ്ങനെ വീട്ടിൽ ചെന്ന് നമ്മുടെ കിച്ചുവിനെയും അമ്മൂസിനെയും വിളിച്ച് ഇനി നമ്മൾ പോണ വഴി നമ്മുടെ അപ്പൂസ് ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. ട്യൂഷൻ ടീച്ചർ വിടുമോയെന്നറിയില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം.
ഞാനാ വിളിച്ചിട്ട് പോവാണ്ട് ചെറുതിന് വിളിച്ചിട്ട് പോവാണ്ട് വന്നത്. അവിടെ ഒരു സ്ഥലം വരെ പോകണ്ടേ എനിക്ക്. ചെറിയമ്മ അങ്ങനെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് അപ്പൂസിനെ രക്ഷിച്ചു എന്ന് തന്നെ പറയാട്ടോ. ഒന്ന് എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുന്ന ദിവസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ സൂര്യൻ താഴൂന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണേ. ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ചിറ്റൂര് നല്ലേപ്പിള്ളി കുറച്ച് ഉള്ളിലോട്ട് വന്ന 6-ാം മൈല് പറയുന്ന അവിടെ കുന്നുംപിടാരി അങ്ങനെ എന്നൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി ഈവനിങ് സൺസെറ്റ് ആണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ മധുവാണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് ചേച്ചിയാണ് ചേച്ചിൻ്റെ വീട്ടിലേക്ക് വന്ന്. എന്നാൽ പിന്നെ ഇവനെ ഈ ഒരു സ്ഥലം കൊണ്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങളുടെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങും പിന്നെ ഇങ്ങോട്ട് വരവൊക്കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തിട്ടോ അമ്മക്കുട്ടി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിച്ചക്കൻ ചിക്കൻ കറി ആയപ്പോൾ ദോശയും ചിക്കൻ കറിയും കൂടി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ ഇടയ്ക്ക് വരുത്തന്നായിരുന്നു. പിന്നെ നൈറ്റിന് ചിക്കൻ കറിയും ദോശയും ചോറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ രാത്രി ഇതുപോലെ ഇരുന്ന് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് പ്രേതക്കഥ പറഞ്ഞിരിക്കില്ല ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബായ്.